ഹായ്, ടെക്കൻ അഗ്രി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മെഷീൻ അയച്ചിട്ടുണ്ടായിരുന്നു. ഇതാ മെഷീൻ അയച്ചതിൽ ഒരു കംപ്ലൈൻറ്റ് കണ്ടത് കണ്ടോ, നമ്മളന്ന് കംപ്ലൈൻറ്റ് കണ്ടത് ഇതായിരുന്നു കണ്ടോ, വയറിങ് ടൈറ്റായി കിടക്കുക. അപ്പോൾ നമ്മൾ അത് അഴിക്കുന്ന സമയത്തൊന്നും ഇത് കണ്ടില്ല. പക്ഷേ ഈ ഭാഗത്തെ വയറിങ്ങിന് പ്രശ്നമില്ല. അപ്പോൾ ഓയിൽ സീലല്ല മെയിൻ പ്രശ്നം ഉണ്ടായിരുന്നത്, ഇതാ ഈ വയറിങ്ങിനായിരുന്നു. അപ്പം നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇനി ഈ വയറിങ് മാറ്റിയിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യാണ്. പ്രത്യേകിച്ച് ഈ ഓയിൽ ഒലിച്ച് വരുന്നത് കണ്ടിട്ടാണ് നമ്മൾ അയച്ചത്. അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ പാർട്സുകളും അയച്ച് കാണിച്ചു തരിക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന സമയമായതുകൊണ്ട് ഇത് കണ്ടോ നല്ല ടൈറ്റാണ്, തിരിയുന്നുണ്ട് പക്ഷേ ടൈറ്റാണ്. അപ്പോൾ ഇത് അയച്ചിട്ട് ഇത് പുതിയത് ഇട്ടതിന് ശേഷം നമുക്ക് ഫിറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇവിടുത്തെ ഈ സീല്, അതായത് ഈ റബ്ബർ ബുഷ് ഓയിൽ സീൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് ഞാൻ നേരത്തെ അഴിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതും ഇങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇങ്ങനെ മുടന്തി എടുക്കുക ചെയ്തത്. അപ്പോൾ ഇത് മാറ്റി വെച്ചു. ഇനി നമുക്ക് മാറ്റേണ്ടത് ആ ബയറിംഗ് ആണ്. ബയറിംഗ് കൂടി മാറ്റിയെടുത്തിട്ട് കണ്ടോ ബയറിങ് മാറ്റിയെടുത്തു. പക്ഷേ ബയറിങ് ടൈറ്റായിട്ടാണ് കറങ്ങുന്നത്. ഇങ്ങനെ പിടിച്ച് തിരിച്ചിട്ട് പോലും കറക്റ്റായിട്ട് കറങ്ങണില്ല. അപ്പോൾ നമ്മളിത് മാറ്റുകയാണ്. ഇത് മാറ്റിയിട്ട് ഇതാ പുതിയൊരു വയറിങ് എടുത്തിട്ട് സ്മൂത്തായിട്ട് കറങ്ങണ ഒരു വയറിങ് എടുത്തിട്ട് ഇതിൽ ഫിറ്റ് ചെയ്യണം, ഇതിനുള്ളിൽ വെക്കണം. എൻ്റെ മെഷീനിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കിക്കർ വലിക്കുമ്പോൾ നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഓയിൽ സീല് കുറച്ച് തേഞ്ഞ് പോയിട്ടുണ്ട്. അതിന് കാരണം ബയറിങ്ങിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. പുതിയൊരു ബയറിങ് ഇട്ടിട്ട് ആ പ്രശ്നങ്ങൾ മാറ്റാമെന്നുള്ള ഒരു കണക്ക് കൂട്ടിയാണ് ഞാനിത് മാറ്റുന്നത്. മെയിനായിട്ട് കാരണം ബയറിങ്ങിൻ്റെ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ കാര്യം കൂടി ഈ കൂട്ടത്തിൽ പറയുന്നത്, നിങ്ങളുടെ മെഷീനിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടൈറ്റ് ഉണ്ടെങ്കിൽ ബയറിങ് മാറ്റി കൊടുക്കണം. കറക്റ്റായിട്ട് അടിച്ചിറക്കിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് അഴിച്ചെടുത്ത അല്ലാത്തൊരു പുതിയ നല്ല ഒരു വാഷർ, അതായത് അതാ ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഓയിൽ സീൽ ഇതേമാതിരി ഫിറ്റ് ചെയ്യാം. അതും ഒരു ചെറിയ ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചിറക്കി ലെവലാക്കി കൊടുത്തു. ഇപ്പോൾ ഫ്രീ ആയി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മുടെ കയ്യിൽ നമ്മൾ കൊണ്ടുവന്നത് ലാസ്റ്റായിട്ട് അഴിച്ചെടുക്കുന്ന സമയത്ത് ലാസ്റ്റ് അഴിച്ച ഭാഗങ്ങളാണിത്. അതായത് ക്രാങ്ക് കേസിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ ലാസ്റ്റ് അയച്ചത്. അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യുമ്പോഴും ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റിലേക്ക് എന്നുള്ള രീതിയിലാണ് തുടങ്ങി വരേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ട്യൂട്ടി ഓയിൽ, കുറച്ച് ഡ്യൂപ്ലിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഫിറ്റ് ചെയ്ത് തുടങ്ങാം. പിന്നെ സിമ്പിളായിട്ട് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാ ഭാഗവും കറക്റ്റ് എങ്ങനെ ഫിറ്റ് ചെയ്യണം, എന്തൊക്കെയായിരുന്നു ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതൊക്കെ മണ്ണിട്ട് കഴുകിയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും കുറേശ്ശെ ട്യൂട്ടി ഓയിൽ ഗ്രീസ് എന്നുള്ളതൊക്കെ ഒന്ന് കൊടുത്തിട്ട് വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. എല്ലാ ഭാഗം മണ്ണെണ്ണ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ഭാഗം ക്ലീനായി മാറും. അപ്പം അത്ര തന്നെ ക്ലിയറായി പോകാൻ പാടില്ല. ഇതാണ് നമ്മൾ ലാസ്റ്റ് അഴിച്ച ഭാഗം. അപ്പം ഈ ക്രാങ്ക് കേസ് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാം. ഇതിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അഴിക്കുന്നത് കറക്റ്റായിട്ട് കാണിച്ചെന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു പിന്ന് ഉണ്ട് കണ്ടോ, ഇതിന് ശരിക്കും കീ എന്നാണ് പറയുക. പക്ഷേ എല്ലാവർക്കും ഈ കീ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നമുക്ക് ഈ ഭാഗത്ത് വരുന്നത് ഫ്ലൈ വീലാണ്. ഫ്ലൈ വീല് വരുമ്പോൾ ആ ഫ്ലൈ വീലിനെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതും കൂടി ഒന്ന് അടിച്ച് ടൈറ്റാക്കി ഇതിൻ്റെ ഉള്ളിൽ നിർത്തണം. ഇത് നമ്മൾ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാടുപെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇത് ഒന്ന് കറക്റ്റായിട്ട് ഇതിനുള്ളിൽ വെച്ച് ഇതേപോലെ ടൈറ്റാക്കി ഇടണം. അത്രത്തോളം ടൈറ്റ് വേണമെന്നാണ് എൻ്റെ സാരമായിട്ട് പറഞ്ഞു വരുന്നത്. ഉണ്ടോ,
ഇത് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഫ്ലൈ വീലിന് കുറച്ച് തടസ്സം ഉണ്ടാകും. അപ്പം ഫ്ലൈ വീല് കറക്റ്റ് കയറുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത് നോക്കാനുള്ളത്. ഉണ്ടോ നമ്മളിത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഇങ്ങോട്ടുള്ള ക്രാങ്ക് കേസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്, അതായത് ഈ ഭാഗം. ക്രാങ്ക് കേസിൽ നമ്മൾ ശരിക്കും സിലിക്കോൺ ഇട്ടിട്ട് വേണം ഫിറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ലീക്ക് വരും, അതൊരു വലിയ പ്രശ്നമാകും. അതുകൊണ്ട് കറക്റ്റ് ഗാസ്കറ്റ് ഈ ഭാഗത്ത് പശയിടൽ നിർബന്ധമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിനുള്ളിലാണ് എയർ തീരെ ഇല്ലാതെ അങ്ങോട്ട് നമ്മുടെ മെഷീനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്യൂവല് കാർബറേറ്ററിൽ നിന്ന് വലിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നല്ല ഫില്ലായിരിക്കണം. അത് നമ്മൾ സിലിക്കോൺ ഇട്ട് കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഗാസ്കറ്റ് കറക്റ്റായിട്ട് വെക്കണം. കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം വേണം ഇത് സെറ്റ് ചെയ്യാൻ. സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് അതൊക്കെ. അല്ലാത്ത വശം എയർ പുറത്തേക്ക് വരും, അതേപോലെ തന്നെ കറക്റ്റ് സെക്ഷൻ കിട്ടാതെ വരും, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ സെറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് എൻ്റെ സംസാരത്തിൻ്റെ ശൈലി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം വർക്കിലാണ് ശ്രദ്ധിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാ ഭാഗവും. സ്കിപ്പ് ചെയ്തിട്ട് പോയി സംശയം കമൻറ്റിലൂടെ ചോദിക്കാൻ നിന്നാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് വർക്ക് കാണണം. ഇനി ഞാൻ ഇത് നേരെ ഇങ്ങനെ വെക്കുകയാണ്. ഈ വെക്കുമ്പോൾ ഈ ഗാഡി ഒന്ന് ശ്രദ്ധിച്ചിട്ട് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ ഹോള് അതും ശ്രദ്ധിക്കുക. നമ്മൾ ഗാസ്കറ്റ് വെച്ചിട്ട് ഈ കേസ് കറക്റ്റായിട്ട് ഇതേപോലെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ക്രൂകളാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ക്രൂ നമ്മൾ ഇതിനുള്ളിൽ ആയിട്ടുള്ള സിലിക്കോണൊക്കെ ഒന്ന് തുടച്ച് കളയാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഭാഗത്തേക്കായിട്ട് ഒരുപാട് കയറിപ്പോവും, അതൊന്ന് പുറത്തേക്ക് കിട്ടുന്നതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ നമ്മൾ ഗാസ്കറ്റ് വെച്ചത് കറക്റ്റായി. അതേപോലെ തന്നെ കേസ് വെച്ചു, പിന്നെ ക്രാങ്ക് ഇതിനുള്ളിലാക്കി. ഇനി ഇവിടെ 4 സ്ക്രൂ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്ക്രൂ ഇനി ഒന്ന് ഫിറ്റ് ചെയ്യണം. സ്ക്രൂ നേരെ എല്ലാ സ്ക്രൂവും വെച്ച് കൊടുത്തിട്ട് ഒരേപോലെ എല്ലാ ഭാഗവും ഒരേപോലെ ടൈറ്റാക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അയച്ചെടുത്ത പോലെ തന്നെ വേക്കിലേക്ക് ലാസ്റ്റ് അയച്ച ഭാഗം നോക്കുക. പിന്നെ അതിൻ്റെ മറ്റു ഭാഗങ്ങൾ വേക്കിലേക്ക് എങ്ങനെ ചെയ്തു പോന്നാൽ എല്ലാം സെറ്റായി വരും. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ടൈറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ ടൈറ്റ് വേണം. കാരണം അത് അഴിക്കാൻ കിട്ടിയിരുന്നില്ലല്ലോ. അഴിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അഴിക്കാനേ കിട്ടിയിരുന്നില്ല. നല്ലോണം പാടുപെട്ടാണിത് അഴിച്ചത്. കാരണം ടൈറ്റ് ഇല്ലെങ്കിൽ ഇത് വർക്കിനെ നല്ലപോലെ ബാധിക്കും. കാരണം എയർ ലോക്കാക്കി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പണിയെല്ലാം വേസ്റ്റായി പോവും. ഇതേപോലെ കുറേശ്ശെ എല്ലാ ഭാഗത്തുനിന്നും തിരിച്ച് ടൈറ്റാക്കണം. കണ്ടോ, ഇപ്പോഴും തിരിയുന്നുണ്ട്. ടൈറ്റായി എന്ന് നമുക്ക് തോന്നുമെങ്കിലും ടൈറ്റാക്കും തോറും വീണ്ടും തിരിയുന്നുണ്ട്. നമ്മൾ അഴിച്ച അപ്പോൾ ഇത് ഇത്രത്തോളം അഴിക്കുന്നതും ഇതൊക്കെ കാണിച്ച രണ്ടായ കാരണം അറിയാലോ. ക്രാങ്ക് അഴിക്കണമെങ്കിൽ ഇതൊക്കെ അഴിക്കണം. അതുപോലെ തന്നെ ഓരോ ഭാഗം അഴിക്കണമെങ്കിൽ ഇനി ഈ വീഡിയോ മാത്രം കണ്ടാൽ മതി. എല്ലാ ഭാഗം അഴിച്ചതുകൊണ്ട് ഇത് നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഇടാനുള്ളത് നമ്മളെ പ്ലൈ വീലാണ്. പ്ലൈ വീല് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മളിത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് വെച്ചതിന് ശേഷം ഇവിടെയുള്ള കീ വെച്ചിട്ടുണ്ടായിരുന്നു. കീ എത്രത്തോളം അതിന് താഴേക്ക് പോയിട്ടുണ്ട് എന്നറിയില്ല. ഇത് പ്ലൈ വീല് വെക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. പ്ലൈ വീല് കറക്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പ്ലൈ വീല് ക്ലിയറായിട്ട് അതിലേക്ക് പോയിട്ടുണ്ട്.